മോഹൻ വർഗീസ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്, വിദേശകാര്യ വിദഗ്ധൻ. ശ്രീ മോഹൻ വർഗീസ്, ഇക്കാര്യത്തിൽ ഒരു ശാശ്വത സമാധാനത്തിലേക്കാണോ ഇപ്പോഴത്തെ സീസ് ഫയർ പോകുന്നത്? അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കണോ? നേതാക്കൾക്കിടയിൽ ഈ സീസ് ഫയർ സംബന്ധിച്ച നിബന്ധനകളും ഉടമ്പടികളും ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. പലപ്പോഴും സീസ് ഫയർ സംഭവിക്കേണ്ടത് കൃത്യമായ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് അത് സ്ഥിരീകരിക്കപ്പെടേണ്ടത്. ഇപ്പോൾ രണ്ട് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും, ഇറാന്റെയും ഇസ്രായേലിന്റെയും ഭാഗത്തു നിന്ന് സീസ് ഫയർ സംബന്ധമായ കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. ഇത് ആദ്യം പ്രഖ്യാപിച്ചത് ട്രൂത്ത് സോഷ്യലിലൂടെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഡൊണാൾഡ് ട്രംപ് ആണ് പ്രഖ്യാപിച്ചത്. എങ്കിൽ പോലും ആ സമയത്ത് ട്രംപ് പറയുന്നതിൽ എത്രത്തോളം വിശ്വാസ്യത എന്ന ഒരു ചിന്തയുണ്ടായിരുന്നു ലോകത്തിന്. ഇപ്പോൾ അത് കുറച്ചുകൂടി ഈ കീ കൺസേൺഡ് ആളുകൾ, ആ രാജ്യങ്ങൾ, അവരുടെ നേതാക്കൾ തന്നെ ഇവിടെ പ്രതികരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഉണ്ടാകേണ്ടത് ആത്യന്തികമായ ഏതെങ്കിലും ഒരു കരാറുകളുടെ അടിസ്ഥാനമുണ്ടോ എന്നറിയില്ല. കാരണം ഇതൊരു പ്രഖ്യാപിത യുദ്ധമല്ല, അപ്രഖ്യാപിത യുദ്ധമാണ്. ഒരു ഇറാൻ ഇസ്രായേലിനെതിരെയോ ഇസ്രായേൽ ഇറാനെതിരെയോ ഔപചാരികമായ യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ടില്ലാത്തത് കൊണ്ട് യഥാർത്ഥത്തിൽ ഒരു കരാറിന്റെ ആവശ്യമുണ്ടോ എന്നതിനെക്കുറിച്ച് നയതന്ത്രജ്ഞരുടെ ഇടയിൽ ഭിന്നമായ അഭിപ്രായമാണ് ഉള്ളത്. എന്നിരുന്നാലും ഇനി അവിടെ വെടിപൊട്ടില്ല എന്ന ഉറപ്പാണ് ഇപ്പോൾ ഉള്ളത്. അത് ലംഘിക്കപ്പെടുന്നുണ്ടോ, അതിനുള്ള ഉറപ്പുകൾ എന്തെല്ലാമാണ്? ആ ധാരണയുടെ അമേരിക്കൻ ബ്രോക്കേർഡ് പീസ് എന്ന രീതിയിലാണ് അമേരിക്ക അവതരിപ്പിക്കുന്നത്. എങ്കിലും അത് ഇറാൻ ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യതയില്ല. കാരണം ഇന്ത്യ ഒരിക്കലും അമേരിക്ക മധ്യസ്ഥത വഹിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യ വെടിനിർത്തൽ സാധ്യമായി എന്ന് അംഗീകരിക്കുന്നില്ല എന്നതുപോലെ ഇവിടെ ഇറാനും ഇസ്രായേലും തമ്മിലൊരു ധാരണയുണ്ടായി. ഇസ്രായേലാണ് യുദ്ധം തുടങ്ങി വെച്ചത്, അപ്പോൾ അവസാനിപ്പിക്കുന്നതും ഇസ്രായേലാണ് എന്ന ഭാഷ്യം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതുപോലെ ഇസ്രായേലിന് ക്ലെയിം ചെയ്യാൻ സാധിക്കും, ഞങ്ങൾ രണ്ട് ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, ഇറാന്റെ ആണവ സാങ്കേതിക വിദ്യ പരമാവധി ക്ഷയിപ്പിച്ചു കൊണ്ടുവരിക. അതിൽ തങ്ങൾ ലക്ഷ്യം നേടി എന്ന് ഇസ്രായേൽ ക്ലെയിം ചെയ്യും. അതിന് അമേരിക്കയുടെ സഹായം ലഭിച്ചു എന്ന് നന്ദിപൂർവ്വം ക്ലെയിം ചെയ്യും. അത് വിജയമായി അമേരിക്കയെ രംഗത്ത് കൊണ്ടുവന്നു എന്നത് വിജയമായി ഇസ്രായേൽ എണ്ണും. പക്ഷേ അവിടെ ഒരു ചോദ്യം മുന്നിൽ നിൽക്കുന്നു. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആണവ സാങ്കേതിക വിദ്യയുടെ പൂർണ്ണമായ ഒരു നശീകരണം ഇസ്രായേലിനെ കൊണ്ട് സാധിക്കില്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അതിന് അമേരിക്കയുടെ കൂട്ടുവേണ്ടി വന്നു. അമേരിക്കൻ ഇടപെടൽ ഉണ്ടായി എങ്കിൽ പോലും ഇതൊരു തരം ഒത്തുകളിയാണ് എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒത്തുകളി എന്ന് പറയുമ്പോൾ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കും എന്ന് മുൻകൂട്ടി തന്നെ അമേരിക്ക ഇറാൻ അറിവ് കൊടുക്കുകയും അതനുസരിച്ച് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഫിസൈൽ മെറ്റീരിയൽ, സമ്പുഷ്ട യുറേനിയം ആ ആണവ ഫർദോയിലെയും നഥാൻസിലെയും ഇസ്ഫഹാനിലെയും ആണവ നിലയങ്ങളിൽ നിന്നും ഈ വേണ്ട സാമഗ്രികൾ മാറ്റാനുള്ള സമയം ഇറാന് ലഭിച്ചു. അതിനുശേഷം പൊള്ളയായ കേന്ദ്രങ്ങളിലേക്കാണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട്, V2 ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക ആക്രമണം നടത്തിയത്. അമേരിക്കയ്ക്ക് ക്ലെയിം ചെയ്യാം, അങ്ങനെ ഞങ്ങൾ ആക്രമണം നടത്തി, ഏതറ്റം വരെ പോകാനും മടിക്കില്ല എന്ന് ലോകത്തോട് പറയാൻ സാധിക്കും. ഒരു ഫിയർ സൈക്കോസിസ് അവിടെ ഡെവലപ്പ് ചെയ്യുകയാണ്. അമേരിക്ക ഏത് രാജ്യത്തിനെതിരെയും യുദ്ധം ചെയ്യാൻ മടിച്ചു നിൽക്കില്ല. അത് മാത്രമല്ല, V2 ബോംബേഴ്സിന്റെ പ്രഹരശേഷി അളക്കാനുള്ള ഒരു പരീക്ഷണ ഉപാധി കൂടിയായി അമേരിക്ക ഒരുപക്ഷെ ഈ അവസരത്തെ ഉപയോഗിച്ചു എന്ന് വേണമെങ്കിൽ കാണാം. അതുകൊണ്ട് ഇസ്രായേലിനും അമേരിക്കയ്ക്കും ന്യായീകരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനേക്കാൾ കൂടുതൽ ന്യായീകരണങ്ങളും ഒക്കെയാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് വരാൻ പോകുന്നത്. കൃത്യമായി ഇറാൻ പറയും, ലോകത്തോടായി പറയും, നോക്കൂ, തങ്ങൾ ഒറ്റയ്ക്കായിരുന്നു, ഇസ്രായേലിനോടൊപ്പം അമേരിക്ക ഉണ്ടായിരുന്നു, തങ്ങൾ ഒറ്റയ്ക്കാണ് യുദ്ധം ചെയ്തത്, ഒറ്റയ്ക്കാണ് പ്രതിരോധിച്ചു നിന്നത്. ഇസ്രായേലിന്റെ രണ്ട് ലക്ഷ്യങ്ങൾ, ഒന്ന് ഇറാന്റെ ആണവ ശേഷി കംപ്ലീറ്റ്ലായി ഡിസ്ട്രോയ് ചെയ്യുക, അത് സംഭവിച്ചില്ല. തങ്ങൾ ഇപ്പോഴും ആണവ രാജ്യമായി നിലനിൽക്കുന്നു, തങ്ങൾ റെസ്പോൺസിബിൾ ന്യൂക്ലിയർ പവർ തന്നെയാണ്, അല്ല എന്ന് തെളിയിക്കാൻ IAEAക്ക് കഴിഞ്ഞിട്ടില്ല എന്ന ക്ലെയിം വെക്കാം. അത് മാത്രമല്ല, ഭരണമാറ്റം എന്നത് മാത്രമായിരുന്നു ഇസ്രായേലിന്റെ ആത്യന്തികമായ ആജ്ഞ. അത് മാത്രമല്ല, അമേരിക്ക കൂടി പറഞ്ഞു, മിസ്റ്റർ ഖൊമൈനി, യു ഹാവ് ടു ഗോ ഔട്ട്. പക്ഷേ ഖൊമൈനി ഇപ്പോഴും അധികാരത്തിൽ തുടരുന്നു. അങ്ങനെ ഭരണമാറ്റം സംഭവിക്കാതെ ഇസ്രായേലിന്റെയോ അമേരിക്കയോ ലക്ഷ്യങ്ങൾ പൂർണ്ണമായി നിറവേറ്റാനാകാത്ത രീതിയിൽ അവർക്ക് പിന്തിരിയേണ്ടി വന്നു. അതുകൊണ്ട് വിജയം തങ്ങൾക്കാണ് എന്ന് ഇറാനും അവിടെ ക്ലെയിം ചെയ്യുന്നു. അവസാനം ഇറാന് പറയാൻ സാധിക്കും, തങ്ങൾ അമേരിക്ക എത്ര ബോംബുകളാണോ തങ്ങൾക്കെതിരെ പ്രയോഗിച്ചത് അത്ര തത്തുല്യമായ ബോംബുകൾ അമേരിക്കൻ ലക്ഷ്യങ്ങളിലേക്ക്, ഖത്തറിലും ഇറാഖിലുമുള്ള അമേരിക്കൻ വ്യോമതാവളങ്ങളിലേക്ക്, അതായത് അൽ ഉദൈദ് വ്യോമതാവളം, അതുപോലെ ഇറാഖിലെ വ്യോമതാവളം, അവിടേക്ക് ഞങ്ങൾക്ക് മിസൈലുകൾ അയക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി, ഇസ്രായേലിന് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. അയൺ ഡോമിനെ തങ്ങൾ പല ആവർത്തി ഭേദിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇസ്രായേൽ ഇൻവിൻസിബിൾ അല്ല, അവർ സുരക്ഷാ ഭീഷണി നേരിടുന്നു. ഇങ്ങനെയുള്ള ക്ലെയിമുകൾ ഇറാന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. പക്ഷെ ഇവിടെ കൃത്യമായി ഇതിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ കാണുന്ന ഒരു ചിത്രം, ഇതെല്ലാം തന്നെ ഒരു നാടകം, ലോകമാകുന്ന മഹാ തിയേറ്ററിന് മുമ്പിൽ നടത്തിയ ഒരു വലിയ ഒരു നാടകമായിരുന്നില്ലേ, ഒരു സ്റ്റേജ് മാനേജ്ഡ് പ്രോഗ്രാം ആയിരുന്നില്ലേ,
ഒരു ഒത്തുകളിയായിരുന്നില്ലേ, ഒരു മാച്ച് ഫിക്സിംഗ് ആയിരുന്നില്ലേ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഇപ്പോൾ വരുന്നു. കാരണം ഇതെല്ലാം മുൻകൂട്ടി അറിയിച്ച ആക്രമണങ്ങൾക്ക് എന്ത് ആർജവമാണുള്ളത്? ഇത് ലോകത്തെ ഇത് നിരീക്ഷിക്കുന്ന ആളുകളെ വിഡ്ഢികളാക്കിക്കൊണ്ട് പൂർണ്ണമായി അന്ധകാരത്തിൽ നിർത്തിക്കൊണ്ട് ഈ ഉന്നതതല നേതൃത്വം അറിഞ്ഞുകൊണ്ട് ചെയ്ത എല്ലാ രാജ്യങ്ങളുടെയും ഇറാന്റെയും ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഉന്നത നേതൃത്വം ഒരു ധാരണയിൽ അഴിഞ്ഞാടിയ ഒരു സംഭവമല്ലേ? ഇതിന്റെ പിന്നിൽ വ്യാപാര താല്പര്യങ്ങൾ, അമേരിക്കയുടെ വ്യാപാര താല്പര്യങ്ങളല്ലേ ഉള്ളത് എന്ന ന്യായമായ സംശയം വരാം. കാരണം മധ്യപൗരസ്യ പ്രദേശത്തെ ഒരു ശത്രു ഉണ്ടാകണം അറബ് രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് എണ്ണ സമ്പന്നമായ പെട്രോ ഡോളർ ഏറെയുള്ള സൗദി അറേബ്യയ്ക്കും UAE-ക്കും ഖത്തറിനും മറ്റും വലിയ സുരക്ഷാ ഭീഷണി ഉണ്ട് എന്ന പ്രതീതി ജനിപ്പിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ അമേരിക്കൻ ആയുധങ്ങൾ അവർ വാങ്ങൂ. അങ്ങനെയെങ്കിൽ മാത്രമേ അമേരിക്കൻ സൈനിക താവളങ്ങൾ അവരവരുടെ രാജ്യങ്ങളിൽ നിലനിർത്താനാവൂ. ഇതൊക്കെ അമേരിക്കയുടെ ജിയോ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് ആണ്. അത് സംരക്ഷിക്കാൻ വേണ്ടി ഇത്ര വലിയൊരു നാടകം കളിക്കേണ്ടതുണ്ടായിരുന്നോ? ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. എന്നിരുന്നാലും ഇവിടെ ഒരു കാര്യം അമേരിക്ക എസ്റ്റാബ്ലിഷ് ചെയ്തു, തങ്ങൾ ഇടപെടാൻ മടിക്കില്ല. എവിടെ പോയി വേണമെങ്കിലും ഇടപെടും. അതിന്റെ ക്രെഡിറ്റ് ഞങ്ങൾ കൃത്യമായി എടുക്കുകയും ചെയ്യും. ഇന്ത്യ പാകിസ്ഥാൻ സമാധാന ചർച്ചകൾ മിലിറ്ററി ജനറൽ തലത്തിൽ അത് നടത്തിയപ്പോൾ അതിന്റെ ക്രെഡിറ്റ് എടുത്തതും അമേരിക്കയാണെന്ന് ഓർക്കണം. അപ്പോൾ യഥാർത്ഥ ഡീലുകൾ സംഭവിക്കുന്നതിന് വളരെ മുൻപ് തന്നെ അമേരിക്ക മുൻകൂട്ടി എടുക്കും. അപ്പോഴാണ് അമേരിക്കയുടെ പ്രസിഡന്റിന്റെ ഒരു സ്വാർത്ഥ മോഹം ഇതിനകത്തില്ലേ? ലോകത്തെല്ലായിടത്തും സമാധാനം താൻ വിചാരിച്ചാൽ കൊണ്ടുവരാനാവും. അതുകൊണ്ട് സമാധാനത്തിന്റെ നോബൽ സമ്മാനം 2026 വർഷത്തെ തനിക്ക് അവകാശപ്പെട്ടതാണ്. അതിനുവേണ്ടി ഏതറ്റം വരെ വേണമെങ്കിലും പോകാൻ തയ്യാറാകുന്ന ഡൊണാൾഡ് ട്രംപിനെ നമ്മൾ ഈ ചിത്രത്തിൽ തെളിഞ്ഞു കാണാവുന്നതാണ്. അതുകൊണ്ട് സങ്കീർണമായ ഒരു അവസ്ഥാവിശേഷമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. എന്തായാലും ലോക ജനതയ്ക്ക് തൽക്കാലത്തേക്കെങ്കിലും ആശ്വസിക്കാമെന്ന് തോന്നുന്നു. യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഒഴിഞ്ഞു പോകുന്നു. മധ്യപൗരസ്യ പ്രദേശം ശാന്തമായി സന്തുലിതമായി വരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ചെയ്യാം. മോഹൻ വർഗീസ്, ഒരു കാര്യം കൂടി, പൊതുവിൽ ഈ യുദ്ധ നീക്കത്തിൽ യഥാർത്ഥത്തിൽ ഇറാന് ഇത്ര കണ്ട് ചെറുത്തു നിൽക്കാൻ കഴിയുമോ എന്ന സംശയം ആദ്യം ഉണ്ടായിരുന്നില്ലേ? ഒരുപക്ഷെ ഇസ്രായേലിനെ അമ്പരപ്പിച്ചുകൊണ്ടുള്ള സൈനിക നീക്കം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി, അങ്ങനെ വിലയിരുത്തേണ്ടി വരുമോ? അങ്ങനെ വിലയിരുത്തേണ്ടി വരും. കാരണം ഇവിടെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു സ്റ്റേജ് മാനേജ്ഡ്, ഇപ്പോൾ ഉരുത്തിരിയുന്ന എൻഡ് അനാലിസിസിൽ ഇതിൽ നമ്മൾ ആദ്യ ഘട്ടത്തിൽ വിചാരിച്ചതുപോലെ ഒന്നും ആയിരുന്നില്ല. അവിടെ ഇറാനെ പ്രഹരിക്കേണ്ടത് ഇസ്രായേലിന്റെ ആവശ്യമായിരുന്നു. ഇസ്രായേലി റൈറ്റ് വിംഗേഴ്സ് തീർച്ചയായും നെതന്യാഹുവിനെതിരെ വലിയ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. അതുകൊണ്ട് ഇറാനെ ആക്രമിച്ചു. തങ്ങളുടെ ജനതയ്ക്ക് സുരക്ഷ, കാരണം ആണവ പദ്ധതി എവിടെയെല്ലാം ഉണ്ടോ അത് ആ പ്രദേശത്ത് എല്ലാം കടന്നു ചെന്ന് ഞങ്ങൾ ആക്രമിക്കും. അത് ഇസ്രായേൽ കൃത്യമായി ചെയ്തു. ഏകപക്ഷീയമായ ആക്രമണമാണ് 12 ദിവസം മുമ്പ് ഇസ്രായേൽ നടത്തിയത്. അത് വലിയ രീതിയിൽ ഇസ്രായേലിന്റെ ഒരു സുരക്ഷാ പാരഡൈമിൽ അത്യന്താപേക്ഷിതമായിരുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം ചെറുത്തു നിൽക്കേണ്ടതും അവരുടെ ആവശ്യമായിരുന്നു. പൂർണ്ണമായി ഇറാനെ പ്രഹരിക്കാനാവില്ല എന്ന് നമുക്കെല്ലാം അറിയാം. കാരണം ഇറാൻ വലിയൊരു രാജ്യമാണ്, വലിയ ജനസംഖ്യയാണ്, ചിതറിക്കിടക്കുന്ന രാജ്യമാണ്. ആ മുഴുവൻ ഇടത്തും ഒരു കരയുദ്ധത്തിലൂടെ അല്ലാതെ ഇറാനെ പൂർണ്ണമായി കീഴ്പ്പെടുത്താനോ റെജീം ചേഞ്ച് കൊണ്ടുവരാനോ ആവില്ല എന്നതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ എന്തിന് യുദ്ധം എന്ന് ചോദിച്ചാൽ ഒരു ഫിയർ സൈക്കോസിസ് ജനറേറ്റ് ചെയ്യുക. ഇറാൻ ഇനി സാഹസത്തിനൊന്നും മുതിരരുത്. അവർ ആണവ സമ്പുഷ്ടീകരണത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ, ആണവായുധ നിർമ്മാണത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ തങ്ങൾ വെലിയേറ്റനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇനിയും ആക്രമിക്കും എന്ന സൂചന നൽകാനായി. അത് വേണമെങ്കിൽ ഇസ്രായേലിന് ക്ലെയിം ചെയ്യാം. യഥാർത്ഥത്തിൽ ഇതെല്ലാം തന്നെ എഴുതി തയ്യാറാക്കി വളരെ മുൻപ് തന്നെ തയ്യാറാക്കിയ ഒരു തിരക്കഥ തന്നെയല്ലേ? ഇറാൻ അവിടെ തിരിച്ചടിച്ചു എന്ന് പറയുന്നതും ശരിയാണ്. തിരിച്ചടിച്ചപ്പോഴും ഇത് ആദ്യം കഴിഞ്ഞ വർഷം നമ്മൾ കേട്ടതാണ്. 2024 ഏപ്രിലും ഒക്ടോബറിലും നടന്ന ആക്രമണങ്ങൾ 100ഓളം മിസൈലുകൾ അയച്ചല്ലോ ഇറാൻ ഇസ്രായേലിന് നേരെ. പക്ഷെ അതിനു മുൻപ് തന്നെ അമേരിക്കയ്ക്ക് ഇറാൻ വിവരം നൽകിയിരുന്നു എന്ന് പറയുമ്പോൾ അതും ഒരു ഒത്തുകളിയുടെ സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഈ കാര്യമായ ആൾനാശം ഉണ്ടായില്ല എന്നതും ഇസ്രായേലിനുള്ളിൽ പോലും കാര്യമായ ആൾനാശം ഉണ്ടായില്ല. ഈ അവസാന പുഷിൽ കഴിഞ്ഞ ദിവസം ഇന്ന് വെളുപ്പിന് കേട്ട വിവരമനുസരിച്ച് ഒരു ബഹുജന കെട്ടിടം ഇസ്രായേലിൽ നിലംപൊത്തി അവിടെ ഏതാനും പേര് മരിച്ചു എന്ന രീതിയിൽ റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയുള്ള കൊളാറ്ററൽ ഡാമേജുകൾ അല്ലാതെ കാര്യമായ ആൾനാശം ഉണ്ടായിട്ടില്ല. എന്നാൽ വസ്തുവകകൾക്ക് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ എന്തിനായിരുന്നു ഇത്രയധികം സന്നാഹങ്ങൾ? എന്തിനാണ് ലോകത്തെ മുൾമുനയിൽ നിർത്തിയത്? എണ്ണയുമായി ബന്ധപ്പെട്ട വ്യാപാരത്തെ വലിയ രീതിയിൽ പ്രതിസന്ധിയിൽ എത്തിച്ചത് എന്തിനായിരുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇനി വരുന്ന ആളുകളിൽ തലനാരിഴ കയറി പരിശോധിക്കേണ്ടി വരും. വളരെ നന്ദി മോഹൻ വർഗീസ് പ്രതികരിച്ചു. ഇതാണ് ലോകരാജ്യ ഈ സംഘർഷത്തിലുണ്ടാകുന്ന സാഹചര്യം. അതുകൊണ്ട് ഇത് പശ്ചിമേഷ്യയിൽ ഉണ്ടാകുന്ന ഈ സംഘർഷ പ്രശ്നങ്ങൾ പൊതുവിൽ ലോകരാജ്യങ്ങളെ എല്ലാവരെയും ഗൗരവത്തോടെ വീക്ഷിക്കേണ്ടതും ബാധിക്കുന്നതുമായ പ്രശ്നങ്ങൾ കൂടിയാണ് എന്ന് ഓർമ്മപ്പെടുത്തലുണ്ട്.